യാതൊരു ഇന്ധനമോ വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാത്ത ഖരമാലിന്യ സംസ്കരണ പ്ലാന്റുകൾ വാങ്ങാം. നേരിട്ട് മാനുഫാക്ചറുടെ അടുത്തുനിന്നും ഡിസ്കൗണ്ട് റേറ്റിൽ. പൂർണ്ണമായും സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ നിർമ്മിച്ചത്. വീടുകൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും 100% അനുയോജ്യം. നാം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് മാലിന്യ സംസ്കരണം. മാലിന്യങ്ങൾ പല സ്ഥലങ്ങളിൽ വലിച്ചെറിയുമ്പോൾ പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നു. പുഴകൾ മലിനമാവുന്നു, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ വരെ ബാധിക്കുന്നു. മാലിന്യ സംസ്കരണത്തിന് ഇത് ശാശ്വത പരിഹാരമാണ്. മെക്കോൺ ഇൻസിനറേറ്റർ. പേപ്പർ, നാപ്കിൻ, ഡയപ്പർ, മറ്റും കത്തുന്ന പാഴ്വസ്തുക്കൾ തുടങ്ങിയവ നിക്ഷേപിച്ചതിനു ശേഷം ഒരു പേപ്പർ കത്തിച്ച് ഇൻസിനറേറ്ററിൽ ഇട്ടാൽ ഓക്സിജന്റെ സഹായത്താൽ കത്തി ഏതാനും മിനിറ്റിൽ തന്നെ മാലിന്യങ്ങൾ ശരിക്കും സുരക്ഷിതമായ രീതിയിൽ സംസ്കരിക്കപ്പെടും. ഇതൊരു എൻക്ലോസ്ഡ് ഫർണർ ആയതിനാൽ തീ കാറ്റിൽ പടർന്നുണ്ടാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാം. മാലിന്യം കത്തുമ്പോൾ ഉണ്ടാവുന്ന പുക ഇൻസിനറേറ്ററിന്റെ പുകക്കോൾ വഴി 20 അടി ഉയരത്തിൽ പുറന്തള്ളുന്നതിനാൽ ഈ പുക ബ്രീത്തിങ് സോണിലേക്ക് കടന്നു വരില്ല. ആയതിനാൽ ക്യാൻസർ, ആസ്മ, ത്വക്ക് രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾക്കും കാരണമാവുന്ന പുകയിൽ നിന്നും രക്ഷപ്പെടാം. യാതൊരു ഇന്ധനമോ വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാത്ത ഖരമാലിന്യ സംസ്കരണ പ്ലാന്റുകൾ വാങ്ങാം. നേരിട്ട് മാനുഫാക്ചറുടെ അടുത്തുനിന്നും ഡിസ്കൗണ്ട് റേറ്റിൽ. പൂർണ്ണമായും സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ നിർമ്മിച്ചത്. വീടുകൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും 100% അനുയോജ്യം. നാം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് മാലിന്യ സംസ്കരണം. മാലിന്യങ്ങൾ പല സ്ഥലങ്ങളിൽ വലിച്ചെറിയുമ്പോൾ പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നു. പുഴകൾ മലിനമാവുന്നു, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ വരെ ബാധിക്കുന്നു. മാലിന്യ സംസ്കരണത്തിന് ഇത് ശാശ്വത പരിഹാരമാണ്. മെക്കോൺ ഇൻസിനറേറ്റർ. പേപ്പർ, നാപ്കിൻ, ഡയപ്പർ, മറ്റും കത്തുന്ന പാഴ്വസ്തുക്കൾ തുടങ്ങിയവ നിക്ഷേപിച്ചതിനു ശേഷം ഒരു പേപ്പർ കത്തിച്ച് ഇൻസിനറേറ്ററിൽ ഇട്ടാൽ ഓക്സിജന്റെ സഹായത്താൽ കത്തി ഏതാനും മിനിറ്റിൽ തന്നെ മാലിന്യങ്ങൾ ശരിക്കും സുരക്ഷിതമായ രീതിയിൽ സംസ്കരിക്കപ്പെടും. ഇതൊരു എൻക്ലോസ്ഡ് ഫർണർ ആയതിനാൽ തീ കാറ്റിൽ പടർന്നുണ്ടാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാം. മാലിന്യം കത്തുമ്പോൾ ഉണ്ടാവുന്ന പുക ഇൻസിനറേറ്ററിന്റെ പുകക്കോൾ വഴി 20 അടി ഉയരത്തിൽ പുറന്തള്ളുന്നതിനാൽ ഈ പുക ബ്രീത്തിങ് സോണിലേക്ക് കടന്നു വരില്ല. ആയതിനാൽ ക്യാൻസർ, ആസ്മ, ത്വക്ക് രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾക്കും കാരണമാവുന്ന പുകയിൽ നിന്നും രക്ഷപ്പെടാം. മാലിന്യം സംസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഒപ്പം ക്ലീൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമാവുകയും ചെയ്യാം.